എറണാകുളം നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 2 CISF ജവാന്മാരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കൊല്ലപ്പെട്ട ഐവിൻ ജിജോയുടെ ഫോണിൽ സംഭവങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒരു CISF ഉദ്യോഗസ്ഥൻ പരിക്കേറ്റ് ചികിത്സയിലെന്നും റൂറൽ SP M ഹേമലത ചെയ്തു. ഒരു ഇതിന്ന് പറഞ്ഞ ആള് മരിച്ചിട്ടുണ്ട്. ആളിപ്പോ നിലവിലെ A1 എന്ന് പറഞ്ഞ ആൾക്ക് അദ്ദേഹത്തിനും പരിക്കുണ്ട്. സോ അദ്ദേഹം മെഡിക്കൽ സർവൈലൻസിലാണ് ജിവിൽ ഹോസ്പിറ്റൽ. A2 എന്ന് പറയുന്ന ആള് ഇപ്പൊ നമ്മുടെ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. മാഡം, ഇയാളുടെ ഈ മരിച്ച ആളുടെ ഫോണിൽ അയാൾ ഇത് റെക്കോർഡ് ചെയ്തിരുന്നു, ഇവരുമായിട്ടുള്ള വാക്കുതർക്കം അങ്ങനെ വല്ലതും കേട്ടിരുന്നു? ഇറ്റ് റെക്കോർഡഡ് ഉണ്ട്. നമ്മൾ ഇൻവെസ്റ്റിഗേഷന്റെ പാർട്ടായിട്ട് അത് പ്രോപ്പറായിട്ട് സീസ് ചെയ്തല്ലേ മാഡം? S ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്യാംകുമാർ, അതിക്രൂരമായ കൊലപാതകമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഐവിൻ തന്നെ ഇതിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ റെക്കോർഡ് ചെയ്തിരുന്നു. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? പോലീസ് ഇപ്പോൾ 2 CISF ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർ നടപടികൾ പോലീസ് വിശദീകരിക്കുന്നത് എങ്ങനെ, ശ്യാം? റിജിത്ത്, നിലവിൽ ആലുവ റൂറൽ SP M ഹേമലതയാണ് 2 CISF ജവാന്മാരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഒരാൾ CISF-ൽ SI റാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. രണ്ടാമത്തെ ആളെ രാവിലെ വിമാനത്താവളത്തിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മരിച്ച ഐവിൻ തന്നെ ഈ 2 CISF-കാരുമായുള്ള തർക്കമുണ്ടായപ്പോൾ മുതൽ ആ സംഭവങ്ങൾ ഫോണിൽ റെക്കോർഡ് ചെയ്തിരുന്നു. അതിന്റെ റെക്കോർഡ് വീഡിയോ ദൃശ്യങ്ങൾ സഹിതമാണ് പോലീസ് ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്നത്. ഈ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇവർ തമ്മിലുണ്ടായ വാക്കുതർക്കവും തുടർന്ന് ഈ CISF ജവാന്മാർ ഐവിനെ വെല്ലുവിളിക്കുന്നതുമൊക്കെ വളരെ കൃത്യമായി തന്നെ റെക്കോർഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നിലവിൽ മെഡിക്കൽ കസ്റ്റഡിയിൽ കഴിയുന്ന ഉദ്യോഗസ്ഥനെയും അല്പസമയത്തിനകം അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഐവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. ഏതായാലും SP ഉൾപ്പെടെ അല്പസമയത്തിനകം അങ്ങോട്ട് എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തുകയും അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത 2 CISF ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ആലുവ റൂറൽ SP സ്ഥിരീകരിക്കുന്നത്. ശ്യാം, ഇതൊരു ചെറിയ തർക്കത്തിൽ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ തുടങ്ങുന്നത്. പിന്നീട് അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. ഇങ്ങനെ പെട്ടെന്നുള്ള ഒരു പ്രകോപനം ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ, ഇവരെന്തെങ്കിലും തരത്തിലുള്ള ലഹരിയിലോ മറ്റോ ആയിരുന്നോ എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഘട്ടത്തിലുണ്ട്. അതിനൊക്കെ പോലീസ് വ്യക്തത വരുത്തുന്നുണ്ടോ, ശ്യാം? റിജിത്ത്, ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റിജിത്ത് പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് അത് പരിഹരിച്ച ശേഷം അവിടെ നിന്ന് ഐവനെ ഇവർ കാർ ഉപയോഗിച്ച് ഇടിച്ച് വീഴ്ത്തുകയുമായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ ബോണറ്റിലേക്കാണ് ഐവൻ വീഴുന്നത്. അവിടെ നിന്ന് 1 കിലോമീറ്ററോളം ദൂരത്തിലാണ് ഐവനെയും വെച്ചുകൊണ്ട്, ഐവൻ അപ്പോൾ ആ സമയത്ത് നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഐവനെ ഉപയോഗിച്ച് ആ കാറ് ഓടിച്ചു നീങ്ങുകയും ഒരു കപ്പളയുടെ സമീപത്തെത്തിയപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി ഐവനെ റോഡ് സൈഡിലേക്ക് ഇട്ടിട്ട് പോവുകയും ചെയ്തത്. ഗുരുതരമായി പരിക്കേറ്റ ആ യുവാവ് അവിടെ വെച്ച് മരണപ്പെട്ടു. ആശുപത്രിയിൽ എത്തിച്ച് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഈ സംഭവത്തിന് ശേഷം 2 പേരും അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. ഒരാളെ നാട്ടുകാരാണ് തടഞ്ഞു വെച്ച് പോലീസിൽ ഏൽപ്പിച്ചത്. ആ സമയത്താണ് ഇയാൾക്ക് ശാരീരികമായിട്ടുള്ള പരിക്കുകൾ ഏൽക്കുന്നത്. അയാളുടെ കൈക്കുൾപ്പെടെ ഒടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. നിലവിൽ പോലീസിന്റെ നിരീക്ഷണത്തിൽ അവിടെ ചികിത്സയിൽ കഴിയുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ പ്രതികളെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവർ മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഏതായാലും SP സ്ഥിരീകരിക്കുന്നത് 2 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൊലപാതകം നടത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇവർ ഐവനെ കാറിടിച്ച് വീഴ്ത്തിയത്. അതിനുശേഷം മുന്നോട്ട് കൊണ്ടുപോയതെന്ന് FIR-ലും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. 2 പേരെയും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒരാൾ മാത്രമാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷനിലുള്ളത്. രണ്ടാമത്തെയാൾ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് കാവലിൽ ചികിത്സയിൽ തുടരുകയാണ്. ഏതായാലും വലിയ ഒരു കൊലപാതകം, ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. അതിൽ 2 പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശരി, 2 പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ കൃത്യം നടത്തിയത് എന്ന കാര്യം പോലീസ് വിശദീകരിക്കുന്നുണ്ട്. അതിക്രൂരമായാണത് നടപ്പിലാക്കിയത്. നേരത്തെ അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പങ്കുവച്ചിരുന്നു.